ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഒരുപാട് പേര് മാനസികപരമായിട്ടുള്ള സംഘർഷത്തിൽ, സാമ്പത്തിക പ്രശ്നങ്ങളിൽ, അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മൾ എന്ത് ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നിൽക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ എന്നെ വിളിക്കാറുള്ളതും എൻ്റെ വീഡിയോസ് കേൾക്കുന്നവരായിട്ടുള്ള ആൾക്കാർ. അങ്ങനെയല്ലാതെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ല, വളരെ സുഖമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല നമ്മളുടെ വീഡിയോസ്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ അവരുടെ ഇത്ര നാളത്തെ, അതായത് പാസ്റ്റിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ റിസൾട്ടാണ് അവരിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസൻറ്റിൽ അവർ കൃത്യമായി പ്ലാൻ ചെയ്ത് അവരുടെ പാസ്റ്റിലുള്ള മിസ്റ്റേക്കുകളെ തീർക്കുകയും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതം വിജയിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വിചാരിച്ചാൽ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാം. അപ്പോൾ അവിടെ മനുഷ്യന്മാർ നമുക്ക് സപ്പോർട്ടായിട്ടുണ്ടാവില്ല. എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്താനേ ഉണ്ടാവുള്ളൂ, കളിയാക്കാനും കുറ്റപ്പെടുത്താനും, നിങ്ങൾ ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്ന് ചിലപ്പോൾ കുടുംബം വരെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാവും. അപ്പം അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലിരിക്കുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, ആ പ്രശ്നത്തിന് അവർക്ക് ഒരു ഇൻസ്പിറേഷൻ, അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുക എന്ന് പറയുന്നൊരു കാര്യം വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പൊയ്യാറമഠത്തിൽ ഞാൻ വളരെ ശക്തമായിട്ട് ചെയ്യുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ വീഡിയോസുകളും ഞാൻ ഇടാറുള്ളതും. അപ്പോൾ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ആരോട് വേണമെങ്കിലും പറയാം. പൊയ്യാറമഠത്തിലെ വിഷ്ണുവായ സ്വാമിയും ചാത്തന്മാരും ഞാൻ പ്രാർത്ഥിക്കുകയും ഞാൻ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും കൃത്യമായി കാര്യങ്ങൾ ചെയ്തു വരികയും ചെയ്തപ്പോൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അത് നിങ്ങൾക്കും സാധിക്കും എന്ന് മാത്രമാണ് ഇതോട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളും പ്രവർത്തിക്കണം. നമ്മൾ വലിയൊരു ഇരുട്ടിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ ആ ഇരുട്ടിൽ നിന്ന് കൂടെ അവരെ പിടിച്ച് ഒന്ന് കുറച്ച് നാൾ കൊണ്ടു നടന്നാൽ വെളിച്ചത്തിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു സത്യമാണ്. അതിന് ദൈവീകപരമായിട്ടുള്ള ശക്തിയും കൂടി നമുക്ക് കിട്ടുമ്പോൾ നമുക്കത് സഞ്ചരിക്കാനുള്ള ധൈര്യം കിട്ടും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ധൈര്യം ഉണ്ടാകുന്ന ഒരു അവസ്ഥ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. സ്നേഹം കിട്ടാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിന് ഭയങ്കര വാല്യൂ ആയിരിക്കും. അതുപോലെ പണമില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പണം ഭയങ്കര വലിയൊരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ ആരോഗ്യമില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം വലിയൊരു കാര്യമായിരിക്കും. ഇതെല്ലാത്തിനെയും ഇന്നത്തെ കലികാലത്ത് ആൾക്കാർ എന്താണ് അവർക്ക് ഉണ്ടാകുന്ന സൗകര്യങ്ങളെ ഒന്നും അവർ ചിന്തിക്കാതെ വളരെയധികം ഈസി ആയിട്ട് വലിച്ചെറിയുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ മദ്യപിക്കുന്ന ഒരു വീട്ടിലെ ഒരു വ്യക്തി അവൻ്റെ ഭാര്യ മദ്യപിക്കുന്നതോ അവൻ്റെ മക്കൾ മദ്യപിക്കുന്നതോ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ അവൻ അത് ചെയ്യുന്നു. വളരെ വലിയൊരു വിരോധാഭാസമാണ്. നമ്മളുടെ മക്കൾ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യം, നമ്മളുടെ ഭാര്യ ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം നമ്മൾ ചെയ്തിട്ട് അതിനെത്ര ന്യായീകരണം പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് ഭയങ്കരമായ മാനസിക സംഘർഷമാണ്. ആ മാനസിക സംഘർഷം ഉണ്ടാകുമ്പോൾ മദ്യമാണ് അതിന് ഏറ്റവും വലിയ സൊല്യൂഷൻ. നമ്മൾ എപ്പോഴെങ്കിലും എൻജോയ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രസത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നാളുകളിൽ നമുക്ക് വലിയൊരു ദുരന്തമായിട്ട് മാറുന്ന ഒരു സാഹചര്യം, പ്രശ്നങ്ങളിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അതിനടിമപ്പെട്ട് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരുപാട് ഫാമിലീസ് ഉണ്ട്. പലരും മദ്യപാനം നിർത്താൻ വേണ്ടി എന്തെങ്കിലും മാന്ത്രികപരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വരെ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്, ഓരോ മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാലും അതൊന്നും മാറിക്കിട്ടിയാൽ എൻ്റെ കുടുംബം നന്നാവുമെന്ന് ചിന്തിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്, എത്രയോ കുട്ടികളുടെ ജീവിതത്തിൽ. നമ്മൾ എന്തും ചെയ്യുമ്പോഴും നമ്മളെ മാത്രമല്ല അത് എഫക്റ്റ് ചെയ്യുന്നത്, നമ്മളുടെ കുടുംബത്തെയും കൂടി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോസ് ചെയ്യുന്നത് എൻ്റെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളായാലും എൻ്റെ ഫാമിലി പരമായ കാര്യങ്ങളായാലും എല്ലാ ഫാമിലീസിനും എല്ലാവിടെയും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റേതായിട്ടുള്ള അനുഭവങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ഒരുപാട് പേരുടെ ദുഃഖങ്ങൾ കേൾക്കുന്നൊരു വ്യക്തിയാണ് ഓരോ ദിവസവും. പലതരത്തിലാണ് പലരുടെയും പ്രശ്നങ്ങൾ. ചിലവരുടെ കയ്യിൽ പൈസ ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷെ സ്നേഹം കിട്ടാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരുപാട് ഒറ്റപ്പെടലുകൾ അവർ ഫേസ് ചെയ്യുമ്പോൾ അവർ വന്ന് പറയുന്നതും ഓരോ മനുഷ്യൻ്റെ അവസ്ഥകളാണ്. ഈ ഓരോ മനുഷ്യൻ്റെ അവസ്ഥകളും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് പറ്റില്ല. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന എന്താ, അവരെ
ജീവിക്കാൻ പ്രേരിപ്പിക്കുക, അവരെ നല്ല രീതിയിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക, നിങ്ങൾക്കും വിജയിക്കാൻ സാധിക്കുമെന്ന് പറയുക. അത്രമാത്രമാണ് ഞാൻ വീഡിയോകളിലൂടെ പറയാറുള്ളത്. നിങ്ങൾ അത് കൃത്യമായി മനസ്സിലായി. എന്നെ നെഗറ്റീവ് പറയുന്ന, എന്നെ കുറ്റം പറയുന്ന ആൾക്കാരെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാറില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കാത്ത ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അവർക്ക് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം. അമ്മയ്ക്ക് വീട്ടിൽ, സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വേറൊരാളുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വരണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. എന്നുവെച്ചാൽ അത്രയും ഭയാനകമായ അവസ്ഥയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ ഇതൊന്നും സംഭവിക്കാത്തത് കൊണ്ട് വളരെ ഈസി ആയിട്ട് ആൾക്കാർ കുറ്റം പറയുന്നു. അവനാൻ്റെ വീട്ടിൽ സംഭവിക്കട്ടെ, അപ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്തോ ഇത് നടന്ന് ശരിയായി കിട്ടാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കും. നമുക്ക് വലിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡോക്ടറെ അടുത്ത് പോയിട്ടായാലും അത് തീർക്കാനായിട്ട് ശ്രമിക്കും. അതെന്തുകൊണ്ടാണ്? നമ്മളുടെ വീട്ടിൽ അത് സംഭവിക്കുമ്പോഴാണ്. അപ്പം നമ്മളുടെ വീട്ടിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് വേറെ വീടുകളിലൊന്നും അത് സംഭവിക്കുന്നില്ല എന്നില്ല. അപ്പോൾ പലർക്കും പല ദുഃഖങ്ങളാണ്. അപ്പോൾ നമുക്കൊന്നും ആരെയും സഹായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അവരെ പരമാവധി കുറ്റം പറയാതെങ്കിലും ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എത്രത്തോളം കാഠിന്യമേറിയതാണെന്ന് നമുക്കറിയില്ല. നമ്മളുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് നമുക്ക് എന്താണ് ഈ ഭൂമിയിൽ കിട്ടാനുള്ളത്? നമ്മൾക്കും വിജയിക്കണം, എല്ലാവരും വിജയിക്കണം. അങ്ങനെ എല്ലാവരും ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഈ ഭൂമിയിൽ. പക്ഷെ ആർക്കും ആരെയും കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. അപ്പോൾ ആരെങ്കിലും ഒക്കെ ഇതിന് മുന്നിട്ടിറങ്ങണ്ടേ? അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇറങ്ങുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ.